ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാപ്സിക്കും തൈരും വെച്ചിട്ട് അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി ഒന്ന് വന്നതിന് ശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സവാള നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് ഒരുപാട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു കടിക്കാൻ കിട്ടുന്ന ഒരു സ്റ്റേജിൽ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കാണ്. ചെറിയ ക്യാപ്സിക്കം ആണെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ക്യാപ്സിക്കം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് വാടി ഉടഞ്ഞ് പൊട്ടി പോവുക ഒന്നും വേണ്ട. അത് ഇതുപോലെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ആ ഉള്ളിയും ക്യാപ്സിക്കം കടിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് കിട്ടണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഈ കറിയാവും. ഈ ക്യാപ്സിക്കം അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റുള്ളിൽ നമുക്ക് ഈ കറി ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ടായി പോയതാണ് വീഡിയോയിൽ. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തത്. ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ തീരെ ആഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അപ്പോൾ ആ പൊടികളൊക്കെ പച്ചമണം മറക്കുന്ന 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഫ്ലെയിമൊക്കെ മീഡിയത്തിൽ തന്നെ ആക്കിയിട്ട് വയ്ക്കുക. ഹൈയിലാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അതാ ഇവിടെ പൊടികളൊക്കെ പച്ചമണമൊക്കെ മറന്ന് സെറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നുമില്ല. നമ്മളിവിടെ 1 കപ്പ് തൈര് ഇവിടെ നമ്മൾ നല്ല കട്ട ഒന്നുമില്ലാതെ 1 സ്പൂൺ വെച്ചിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ആ തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ തൈര് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈര് ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആക്കുകയാണെങ്കിൽ അത് തൈരില്ല, അത് പെട്ടെന്ന് വിരിഞ്ഞു പോവും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ പാനിൻ്റെ ചൂടിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം നമുക്കിത് പൊറോട്ടയുടെ കൂടെ അടക്കുന്നത് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്നതാണ്. ഈസിയാണ്. കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.